12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ ഫലം പ്രഖ്യാപിച്ച് CBSE ഘട്ടം ഘട്ടമായാണ് ഫലം പുറത്തുവിടുന്നത്. 87% ഫലവും പുറത്തുവിട്ടെന്ന് CBSE അറിയിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം പുനർമൂല്യനിർണ്ണയ ഫലം അതിലെ 87% ഫലം പുറത്തുവിട്ടുവെന്ന് CBSE അറിയിച്ചു. എങ്ങനെയാണ് ഈ ഫലപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ? കൃഷ്ണ, അരമണിക്കൂർ മുൻപാണ് CBSE ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. മാത്രമല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇതിനോടകം തന്നെ ലഭിച്ച ആപ്ലിക്കേഷനുകളിൽ 87% പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവ ഉടൻ തന്നെ, അത് നാളത്തേക്ക് എന്നുള്ള കാര്യം പറയുന്നില്ല, പക്ഷേ ഉടൻ തന്നെ ബാക്കിയുള്ള ഫലവും പ്രഖ്യാപിക്കും, പുറത്തുവിടുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും CBSE വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വിവാദത്തിലൂടെ കടന്നുപോയതാണ്. അത് ഹാക്കിങ്ങിലൂടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കുന്നതിലടക്കം 65,000 രൂപ, 1 രൂപ മുതൽ 65,000 രൂപ വരെ ഫീസായി കാണിക്കുകയും അതുപോലെ തന്നെ പലതരത്തിലും ഹാക്ക് ചെയ്യപ്പെട്ട് പിന്നീട് 17ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ട കാര്യം നേരിട്ട് ഈ പല IIT-കളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ അടക്കം ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീട് അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കെല്ലാം തന്നെ പോയത്. എന്തായാലും ഇപ്പോൾ ഈ ഫലം പ്രഖ്യാപിക്കുകയാണ്. ജൂൺ 7-ാം തീയതി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നൽകാനും ഉണ്ടായിരുന്ന അവസാന തീയതി. അതിനുശേഷം ഇത് കൃത്യമായി പ്രോസസ് ചെയ്ത് വരികയായിരുന്നു. നിലവിലെങ്കിലും CBSE അറിയിക്കുന്നത് ന്യായവും തുല്യതയും കൃത്യതയും ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ അപേക്ഷകളും ശക്തവും സുതാര്യവുമായിട്ടുള്ള ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നതായ ഒരു സംവിധാനത്തിലൂടെ പ്രോസസ് ചെയ്താണ് ഇപ്പോൾ എന്തായാലും ഈ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, അഭ്യൂഹങ്ങളോ കിംവദന്തികളോ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ, അത് സ്ഥിരീകരിക്കാത്ത ഓരോ വിവരങ്ങൾ പങ്കുവെക്കരുത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾക്ക് CBSE ഔദ്യോഗിക വെബ്സൈറ്റുകളെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെയും ഫോളോ ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എന്തായാലും CBSE വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.